ഈ മനഃശാസ്ത്രപരമായും അല്ലെങ്കിൽ ദൈവശാസ്ത്രം, ഹസ്തരേഖ, ജ്യോതിഷം, സാമുദ്രികം എന്നീ ലക്ഷണങ്ങളൊക്കെ വെച്ച് രാഷ്ട്രീയപരമായിട്ടായാലും എന്നീ ലക്ഷണങ്ങളൊക്കെ വെച്ച് ഒരു വ്യക്തിയെ വിശകലനം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇത്തരത്തിലൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറയാനൊക്കെ സാധിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടായി. അതായത് പ്രശസ്ത ഡോക്ടർ ജോർജ് പി എബ്രഹാം, അതായത് വൃക്കരോഗ ചികിത്സയിലെ ഒരു വലിയ ആളെന്ന് തന്നെ പറയാം. 36,000 അല്ല 3,600 കിഡ്നി മാറ്റിവെക്കുക തുടങ്ങിയ ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് സ്വന്തം വസതിയിൽ ആത്മഹത്യ ചെയ്തതായി വാർത്ത കണ്ടു. കാരണം എഴുതിക്കുന്നത് ആളുടെ ശാരീരിക അസ്വസ്ഥത മൂലമാണെന്നുള്ളതാണ് എഴുതിക്കുന്നത്. ഇത്തരത്തിൽ ഇത്രയധികം സമ്പന്നനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്രയധികം ചികിത്സ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യത്തക്ക കാരണം അല്ലെങ്കിൽ അതെന്താണ് തോന്നുന്നത്? സത്യത്തില് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിച്ച് അന്ന് മുതൽ ആ മനുഷ്യന് വളരെ കഷ്ടം ദുരിതമാണ് ജീവിതത്തിൽ. മരണം വരെ ബുദ്ധിമുട്ടുകളാണ്. ഒരു 80 വയസ്സ് വരെ ആയുസുണ്ടെങ്കിൽ എന്തായാലും ഒരു 60 വർഷം ആൾക്ക് കഷ്ടം ദുരിതമായിരിക്കും. 20 വർഷമായിരിക്കും ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ജനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കഷ്ടം ദുരിതം അനുഭവിക്കും വേണം, മരിക്കും വേണം. ഈ ഡോക്ടറെ സംബന്ധിച്ചുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് എന്താ പറയുക, ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിച്ചിട്ടുള്ള ആളാണ്. അത് വൃക്കരോഗമായിട്ട് ബന്ധപ്പെട്ട 35,000-ലധികം എന്താ പറയുക ചെറിയ ചെറിയ ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുള്ള ആളാന്ന് പറയുന്നത്. പിന്നെ വൃക്ക മാറ്റിവെക്കൽ തന്നെ 3,500. അപ്പോൾ അത്രയും ആളുകളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കാര്യങ്ങൾ അദ്ദേഹം ദിനം പ്രതി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആ നിസ്സഹായമായ അവസ്ഥ, ഓരോ മനുഷ്യനും വരുന്ന അവസ്ഥകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അത് അദ്ദേഹം നേരിട്ട് ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം തുടർന്നു കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം 100% ആളുടെ ജോലിയിൽ 100% ആത്മാർത്ഥമായി അർപ്പണമാനത്തോടെ, സഹനത്തോടെ, ക്ഷമയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. കാരണം അദ്ദേഹത്തിനൊരു നട്ടലിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സമയത്ത് കൈകൾക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുടെ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ചികിത്സിക്കുക, സുഖപ്പെടുത്തുക, രക്ഷപ്പെടുക, അത് ആളുടെ ഒരു ഹോബിയാണെന്ന്. ആളുടെ മനസ്സിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആളെ മുന്നിലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുക, സുഖപ്പെടുത്തുക, ആ ഒരു ത്രില്ലിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഫാഷനായിരുന്നു. അദ്ദേഹത്തിന് 100% മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. കാരണം എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര അറിവുണ്ടെങ്കിലും, അധികാരമുണ്ടെങ്കിലും, പവറുണ്ടെങ്കിലും സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ വളരെ പരിതാപകരമാണ് എന്നൊരു സത്യം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കാരണം നമ്മൾക്ക് എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും, എത്രമാത്രം അധികാരം ഉണ്ടെങ്കിലും, എത്രമാത്രം അറിവുണ്ടെങ്കിലും ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം അത്രമാത്രം രോഗികളെ കാണുകയും അത്രമാത്രം ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതേ അവസ്ഥകൾ ഒരു ശസ്ത്രക്രിയ നടത്തി. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ആരോഗ്യപരമായി വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുസ്സഹമായ ഒരു അവസ്ഥയാണെന്നും, കാരണം എന്തൊക്കെ പേരും പ്രശസ്തിയും പണം ഉണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നൊരു കാര്യമില്ലാന്നും അർത്ഥമില്ലാന്നും എന്നൊരു ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന്. പിന്നെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സഹായം, ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പരമാവധി പരിശ്രമിച്ചത്. ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ ജീവിതം മുന്നോട്ട് പോയത്. അവസാന സമയത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ കൈ കൊണ്ടാണല്ലോ ശസ്ത്രക്രിയ ചെയ്യുക. ഈ കൈക്ക് വിറയൽ അനുഭവപ്പെട്ട് തുടങ്ങി. സ്വാഭാവികമായിട്ട് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയുക മാനസികമായിട്ട് വളരെ പ്രശ്നം അദ്ദേഹത്തിന് അലട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിന്നിട്ടാണോ ശസ്ത്രക്രിയ ചെയ്യുക? അപ്പോൾ നട്ടലിന് ബുദ്ധിമുട്ട് വന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞ അദ്ദേഹത്തിന്. അപ്പോൾ നിന്ന് വേണം ശസ്ത്രക്രിയ ചെയ്യാൻ. അതോടൊപ്പം തന്നെ കൈകൊണ്ട് വേണം. അപ്പോൾ കൈക്ക് വിറയിൽ വരിക, നട്ടലിന് പ്രോബ്ലം വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആ മെയിൻ ആളുടെ ഹോബി അല്ലെങ്കിൽ ഒരു ഫാഷൻ, അതിന് തൃപ്തിയായിട്ട് സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഈ അവസരം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആളെ കൊണ്ട് എന്താ പറയുക, പണമുണ്ട്, പത്രാസുണ്ട്, പേരുണ്ട്, പെരുമ, ഇതൊക്കെ ഉണ്ടെങ്കിലും ആളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മറ്റൊരു വിഷയമില്ലാണ്. സാധാരണ രീതിയിൽ അദ്ദേഹത്തിന്
ഭാര്യയുണ്ട്, മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്, അല്ലെങ്കിൽ മറ്റു പല സൗഹൃദങ്ങളുണ്ട്. ഇതിനേക്കാൾ കവിഞ്ഞ സ്നേഹം, സന്തോഷം, സുഖം മറ്റ് ബന്ധങ്ങളിലും മറ്റ് പല കാര്യങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെച്ച് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് വേറെ ഒരു രീതിയിലേക്ക് മാറാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതിനു വേണ്ടി. അപ്പം അത് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ജീവിതത്തിൻ്റെ അർത്ഥം ഇത്രയാണ്. ജനിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, മരണം വരെ മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര പേരുണ്ടെങ്കിലും, എത്ര അറിവുണ്ടെങ്കിലും ആരോഗ്യം നഷ്ടമായാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നും, ഇത് ലോകത്തിനൊരു പാഠമായി മാറണമെങ്കിൽ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നത് എല്ലാവരും പ്രധാനമായിട്ട് എടുക്കണം. എന്തൊക്കെ കാര്യമുണ്ടെങ്കിലും സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കടമ എന്ന് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ അത് എല്ലാ ആളുകളും ഒന്ന് ശ്രദ്ധിക്കലോ. ലോകം മുഴുവനും ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് കൊടുത്തൊരു സന്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം വെറുതെ അസുഖം വന്ന് വെന്റിലേറ്ററിൽ കിടന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സിച്ച് വെറുതെ കഷ്ടപ്പാടും ദുരിതമായിട്ട് നിൽക്കുന്നതിന് ഭേദം സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക എല്ലാവരും എന്നൊരു സന്ദേശം ഇതിലുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്ത് നല്ല പേരും പെരുമയും പ്രശസ്തിയുള്ള സമയത്ത് ഇത് ചെയ്തപ്പോൾ ലോകം മുഴുവൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ.